വീടെത്തിയതും ഷോൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് നിദ്രയും ഇറങ്ങിയതും അവരൊരുമിച്ച് അകത്തേക്ക് നടന്നു. സമയം ഉച്ചയോടടുത്തിരുന്നു. വീടിന്റെ ഉമ്മറത്ത് സാറയും റീത്തയും ഇരിപ്പുണ്ട്. പതിവില്ലാതെ ആ നേരത്ത് ഷോൺ വന്നതും സാറ വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി. അവന്റെ കൂടെ നിദ്രയും കണ്ടതും സാറയുടെ മുഖം ചുളുങ്ങി. നീ എന്താ ഷോൺ ഈ നേരത്ത്? നീ ഹോസ്പിറ്റലിൽ പോയില്ലേ? സാറ തിരക്കി. പോയി. നിദ്രക്ക് വയ്യെന്നും പറഞ്ഞ് കോളേജിൽ നിന്ന് കോൾ വന്നിരുന്നു. ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. അവൻ അങ്ങനെ പറയാനാണ് തോന്നിയത്. എന്താ ഇവൾക്ക് അസുഖം? ഇവൾക്ക് പീരീഡ്സ് ആയി, ഷോൺ മറുപടി പറഞ്ഞു. ഓ, അതാണോ ഇത്രയും വലിയ അസുഖം? ഇതെല്ലാ പെണ്ണുങ്ങൾക്കുള്ളതല്ലേ. നിദ്ര, നീ ഒരു കാര്യം ചെയ്യ്. പോയി അടുക്കളയിൽ ചെന്നേ വല്യമ്മച്ചിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വാ. ചെല്ല്. സാറ ഓർഡർ ഇട്ടു. എൻ്റെ മമ്മി അവൾക്ക് തീരെ വയ്യ. അവള് കുറച്ചു നേരം റെസ്റ്റ് എടുത്തോട്ടെ, ഷോൺ പറഞ്ഞു. ഓ, ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞതാണോ ഇപ്പം മലമറിക്കുന്ന ജോലിയായത്? അത് കഴിഞ്ഞ് റെസ്റ്റ് എടുത്താൽ മതി. മമ്മിക്ക് ഇപ്പോൾ ജ്യൂസ് നിർബന്ധമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. അല്ലാതെ നിദ്ര ഇപ്പം അടുക്കളയിൽ കയറുന്നില്ല, ഷോൺ ഉറപ്പിച്ച് പറഞ്ഞു. ഷോൺ, നീ ജ്യൂസ് ഉണ്ടാക്കിയോ? നല്ല കാര്യമായി. ആണുങ്ങൾ അടുക്കളയിൽ കയറുന്ന പാരമ്പര്യം ഈ കുടുംബത്തിലില്ല, സാറ കടുപ്പിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെന്ന് വെച്ച് ഈ കുടുംബത്തിലെ പാരമ്പര്യം ഇല്ലാതാവുന്നെങ്കിൽ അങ്ങോട്ട് ആവട്ടെ മമ്മി. ഷോൺ, സാറ കടുപ്പിച്ച് വിളിച്ചു. നീ നിന്റെ ഭാര്യയും കൊണ്ട് പോയിക്കോ. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി ഇവിടെ ആരും ബുദ്ധിമുട്ടണ്ട, സാറ കൊള്ളിച്ചു പറഞ്ഞതും ഷോൺ കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് നടന്നു. പിന്നാലെ നിദ്രയും. മുറിയിലെത്തിയ നിദ്ര വാതിൽ പതിയെ അടച്ചു. ഷോൺ ഒന്നും പറയാതെ കട്ടിലിൻ്റെ അരികിൽ വന്നിരുന്നു. മുഖത്തെ ക്ഷീണവും ഗൗരവവും ഇപ്പോഴും മാറിയിരുന്നില്ല. നിദ്ര കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. ഇച്ചായ, അവൻ തല ഉയർത്തി നോക്കിയെങ്കിലും ഒന്നും പറഞ്ഞില്ല. എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? മറുപടി പറയാതെ ഷോൺ ഒരു ദീർഘനിശ്വാസം വിട്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടക്കാനൊരുങ്ങവേ നിദ്ര പിന്നിലൂടെ വന്ന് അവനെ ഇറുകെ പുണർന്നു. ഒരു നിമിഷം ഷോണിൻ്റെ ശരീരം വലിഞ്ഞു മുറുകി. അവൻ്റെ നെഞ്ചിനുള്ളിൽ ഇപ്പോഴും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന കോപവും ഭയവും ആ സ്പർശത്തിൽ വീണ്ടും ഇളകി മറിഞ്ഞു. ഇച്ചായ. അവൻ്റെ പുറത്ത് മുഖം ചേർത്തുകൊണ്ട് നിദ്ര വിളിച്ചു. അവളുടെ നിശ്വാസം അവൻ്റെ പുറത്ത് തട്ടി. ഇച്ചായ, പ്ലീസ്, എന്നോടിങ്ങനെ സംസാരിക്കാതിരിക്കല്ലേ. ആ നിമിഷം ഷോൺ തൻ്റെ കണ്ണുകൾ അടച്ചു. അവളുടെ കൈകൾ തൻ്റെ അരയിൽ മുറുകുന്നതും അവളുടെ ശ്വാസത്തിൻ്റെ ചൂട് തൻ്റെ പുറത്ത് പതിയുന്നതും അവൻ അറിഞ്ഞു. നിനക്കറിയോ ഇന്ന് എന്താണ് സംഭവിക്കുമായിരുന്നതെന്ന്? അവൻ്റെ ശബ്ദം താഴ്ന്നതായിരുന്നു. നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി, അവൾ വിതുമ്പലോടെ പറഞ്ഞു. സോറിയോ? വെറും ഒരു സോറിയിൽ ഒതുങ്ങുന്നതാണോ നീ ഇന്ന് ചെയ്തു കൂട്ടിയത്? അത് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ്റെ ആ കണ്ണുകളിൽ ദേഷ്യമല്ല ഉണ്ടായിരുന്നത്, ഭയം. താൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു തരം ഭയം. ഞാൻ അവിടെ എത്താൻ 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ. അവൻ്റെ ശബ്ദം ഇടറി. അവരെ നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. നിദ്രയുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. പറ നിദ്ര, നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ആ ചോദ്യം കേട്ടതും നിദ്രയുടെ ഹൃദയം പിടഞ്ഞു. ഞാൻ നിന്റെ ആരുമല്ലല്ലോ, അതുകൊണ്ടാണല്ലോ നീ എന്നോട് ഒന്നും പറയാതിരുന്നത്. ചിലതൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞിരുന്നു, പക്ഷേ മുഴുവനായും അറിഞ്ഞത് ഇന്നലെ രാത്രിയിലാണ്. നിരന്തരമായി നിന്റെ ഫോണിലേക്ക് വരുന്ന കോളുകൾ, നിന്റെ മുഖത്ത് അന്നേരത്തെ ഭയം, അതൊക്കെയാണ് നിന്റെ ഫോൺ പരിശോധിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ ഫയലിനുള്ളിലെ പേപ്പേഴ്സ് മാറ്റിയത് ഞാൻ തന്നെയാണ്. നീ എല്ലാം എന്നോട് തുറന്ന് പറയുമെന്ന് ഇന്ന് രാവിലെ പോലും ഞാൻ പ്രതീക്ഷിച്ചു. തെറ്റിപ്പോയി എനിക്ക്. രാവിലെ നീ ഇല്ലാത്ത വയറുവേദന ഉണ്ടാക്കി എന്നെ ഒഴിവാക്കി. കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരംശമെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിദ്ര? നിനക്ക് വലുത് നിന്റെ അനിയത്തിയാണല്ലോ അല്ലേ? ഞാൻ നിന്റെ ആരല്ലേ? വെറും താലിബന്ധം മാത്രമുള്ള ഒരാൾ. താലിബന്ധം രക്തബന്ധത്തോളം വരില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു നിദ്ര. നീ ഇതൊക്കെ ചെയ്തത് നിന്റെ അനിയത്തിക്ക് വേണ്ടിയാണ്. ശരി, സമ്മതിച്ചു.
നീ കാണിക്കുന്ന ഈ സ്നേഹം അവൾക്ക് തിരിച്ചും നിന്നോടുണ്ടോ? പറ. അവളന്ന് നമ്മളെപ്പറ്റി പറഞ്ഞതൊക്കെയും ഞാൻ കേട്ടിരുന്നു. എന്തൊരു അഹങ്കാരമാണ് അവൾക്ക്. അവൾക്ക് വേണ്ടിയാണോ നീ നീ എന്നെ വേദനിപ്പിച്ചത്? എൻ്റെ കാര്യം പോട്ടെ, എൻ്റെ പപ്പ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ എന്നെ സ്നേഹിക്കുന്നതിലും അധികം നിന്നെ ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടാവും. ആ മനുഷ്യനെ കൂടിയാണ് നീ ചതിക്കാൻ നോക്കിയത്. നാഴികക്ക് 40 വട്ടം പറയുമല്ലോ എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ്റെ ഹൃദയമാണെന്നൊക്കെ. നീ ഇപ്പോൾ ചെയ്തത് ആ മനുഷ്യനറിഞ്ഞാൽ ആ ഹൃദയം എന്തേ വേദനിക്കില്ലേ? ഷോണിന് തൻ്റെ ദേഷ്യം അടക്കാനായില്ല. ഇച്ഛായ, ഞാൻ ഇങ്ങനൊന്നും പറയില്ലേ ഇച്ഛായ. നിദ്രയുടെ ശബ്ദം വിറച്ചു. വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഷോണിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവൻ പറഞ്ഞ ഓരോ വാക്കും അമ്പ് പോലെ ഹൃദയത്തിൽ തറച്ചിരുന്നു. പിന്നീട് ഷോണിന് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവളൊന്ന് നോക്കുക പോലും ചെയ്യാതെ മുറി വിട്ടിറങ്ങി. ഷോൺ പോയതും ആ മുറിയിലാകെ ശൂന്യത പടർന്നു. വാതിലടയുന്ന ശബ്ദം നിദ്രയുടെ നെഞ്ചിൽ മുഴങ്ങി നിന്നു. അവൾ കുറച്ചു നേരം അനങ്ങാതെ നിന്നു. അവൻ പറഞ്ഞ ഓരോ വാക്കും വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരംശമെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിദ്ര? ആ ചോദ്യം അവളുടെ ഉള്ളം കീറി മുറിച്ചു. പതിയെ കട്ടിലിൻ്റെ അരികിലേക്ക് ഇരുന്നവൾ മുഖം കൈകളിൽ ഒളിപ്പിച്ചു. കരച്ചിൽ അടക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എന്നാദ്യമായി അവൻ്റെ കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങൾ കാണാൻ അവൾ ശ്രമിച്ചു. അവൻ ദേഷ്യപ്പെട്ടത് കള്ളം പറഞ്ഞതിനല്ല, തന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയം. അതിനായിരുന്നു അവൻ്റെ ദേഷ്യം മുഴുവനും. ആ ചിന്ത വന്നതും അവളുടെ കരച്ചിൽ വീണ്ടും ശക്തമായി. സോറി ചായ, ഐ ലവ് യു. ഞാൻ മറ്റാരേക്കാളും സ്നേഹിക്കുന്നത് നിങ്ങളെയാ. എനിക്ക് ദാരി തന്നെയാ ഏറ്റവും വലുത്. സോറി, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. കഴുത്തിൽ കിടക്കുന്ന തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആരുമില്ലാത്ത മുറിയിൽ അവൾ പതിയെ പറഞ്ഞു. രാത്രി 9 മണി കഴിഞ്ഞാണ് ഷോൺ തിരികെ വീട്ടിലെത്തിയത്. ഷോണിൻ്റെ വണ്ടി പോർച്ചിൽ നിർത്തിയിട്ടതിന് പിന്നാലെ ഡാനിയലിൻ്റെ കാറും ഗേറ്റ് കടന്നു വന്നു. ഡാനിയൽ വരുന്നത് കണ്ടതും ഷോൺ അയാളെയും കാത്ത് മുറ്റത്ത് നിന്നു. പപ്പ ഇന്ന് വൈകിയോ? ഷോൺ തിരക്കി. കുറച്ച് വൈകി, ഇന്ന് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. ഡാനിയൽ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇരുവരും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അകത്തെത്തിയതും അതിനിടയിൽ ഷോണിൻ്റെ കണ്ണുകൾ നിദ്രയെ തേടിക്കൊണ്ടിരുന്നു. നിദ്ര മോളെവിടെ? അതിനിടയിൽ ഡാനിയൽ തിരക്കി. അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഉച്ചയ്ക്ക് ഇവനിവിടെ ആക്കിയിട്ട് പോയതാ. അത് പിന്നെ അവൾ ഇങ്ങോട്ട് കണ്ടില്ല. നിങ്ങളുടെ പുന്നാര മരുമോളുടെ സ്വഭാവ ഗുണം ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. സാറ വല്ല താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞതും ഡാനിയൽ കാര്യം എന്താണെന്നറിയാൻ ഷോണിനെ നോക്കി. സാറയുടെ വാക്കുകൾ കേട്ടതും ഷോണിൻ്റെ നെഞ്ചൊന്ന് പിഴഞ്ഞു. പപ്പ, അത് പിന്നെ അവൾക്കിന്ന് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെയാണ് കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത്. വയ്യാഞ്ഞിട്ടാവും അവൾ ഇങ്ങോട്ട് വരാഞ്ഞത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. മോനെ, ഞാനും വരണോ? ഡാനിയൽ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. വേണ്ട പപ്പ, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് ഓടി. ഡാനിയൽ സാറയെ തുറിച്ചു നോക്കി. ആ കൊച്ചിന് വയ്യാത്തപ്പോൾ നിനക്കൊന്ന് പോയി നോക്കിക്കൂടായിരുന്നോ? ഇത്രയും നേരം ഒന്നും കഴിക്കാതെ. നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീയാണോ സാറാ? പിന്നെ മാസമുറ വരുന്നത് അത്രയും വലിയ അസുഖമാണല്ലോ. കഴിക്കാൻ വേണമെങ്കിലേ താഴേക്ക് വരണമായിരുന്നു. ഞാനിവിടെ വെച്ചുണ്ടാക്കുന്നത് പോരാ, ഇനിയിപ്പോൾ ഞാൻ അവളെ തീറ്റിക്ക് കൂടി ചെയ്യാം. കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതിയാണ് ഞാനന്ന് ഈ വിവാഹത്തിന് എതിർക്കാഞ്ഞത്. ഇതിപ്പോൾ ആ കൊച്ചിന് നേരാവണ്ണം ഒരു ജോലി പോലും ചെയ്യാനറിയില്ല. എൻ്റെ സാറ അതൊരു ചെറിയ കൊച്ചല്ലേ. നിന്റെ ഇളയ മരുമോളേക്കാളും പ്രായത്തിന് ഇളയതാ നിദ്രമോള്. അല്ല, നീ മക്കളെ പെണ്ണ് കെട്ടിച്ചത് ഇവിടെ വീട്ടുജോലി ചെയ്യിക്കാൻ വേണ്ടിയാണോ? നിനക്ക് ഇത്രയും വിവരം ഇല്ലാതായി പോയില്ല എൻ്റെ സാറ. അതെ, ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവളെ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അല്ലാതെ അവളെ ഇവിടെ കെട്ടിലമായി വാഴിക്കാനല്ല. അതിനുള്ള യോഗ്യതയൊന്നും ആ മാധവിയുടെ മോൾക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് സാറ ചവിട്ടിത്തുള്ളി അകത്തേക്ക് നടന്നത് ഡാനിയൽ തളർച്ചയോടെ ചെട്ടിയിൽ ഇരുന്നു പോയി. ഷോൺ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ മുറിയിലാകെ ഒരു നിശബ്ദത പടർന്നു കിടക്കുകയായിരുന്നു.
ബാൽക്കണിയിലേക്കുള്ള കർട്ടൻ കാറ്റിൽ മെല്ലെ ഇളകുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം നേരെ കട്ടിലിലേക്ക് നീങ്ങി. നിദ്ര കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നിട്ടുണ്ട്. ഒരു വശത്തേക്ക് ചിരഞ്ഞു കിടക്കുന്ന അവളുടെ മുഖത്ത് ക്ഷീണം ഇപ്പോഴും മായാതെ നിന്നു. കണ്ണുകൾ അടഞ്ഞിരുന്നുവെങ്കിലും കരഞ്ഞതിൻ്റെ പാടുകൾ കവളുകളിൽ തെളിഞ്ഞു കാണാമായിരുന്നു. ഷോണിൻ്റെ ഹൃദയം ഒന്ന് പിഴഞ്ഞു. അവൾ നേരിട്ട അപകടവും ഭയവും ഓർത്തപ്പോൾ നെഞ്ചിനുള്ളിൽ വീണ്ടും കോപം കത്തിയുണർന്നു. അവൻ മെല്ലെ നടന്ന് കട്ടിലിനരികിലിരുന്നു. ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. നേരിയ മയക്കത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു കിടപ്പാണ്. ആ മയക്കത്തിനിടയിൽ അവളുടെ വിരലുകൾ പുതപ്പിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. എന്തോ ഭയപ്പെടുത്തുന്ന സ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ. നിദ്ര. ഷോൺ അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ട് വിളിച്ചു. അവൻ്റെ സ്പർശം അറിഞ്ഞതുപോലെ നിദ്ര ഞരക്കത്തോടെ ഒന്നനങ്ങി. വീണ്ടും അവൾ മയക്കത്തിലേക്ക് വഴുതി പോകുന്നത് പോലെ കണ്ണുകൾ അടയുന്നുണ്ട്. ചുണ്ടുകൾ വരണ്ട് കിടക്കുന്നു. അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾക്ക് തീരെ വയ്യെന്ന്. അപ്പോഴാണ് ബെഡ്ഷീറ്റിൽ പറ്റിയ രക്തക്കര അവന് കാണുന്നത്. നല്ലവണ്ണം ബെഡിൽ രക്തം പടർന്നിട്ടുണ്ട്. അന്നേരമാണ് രാവിലെ അവൾ പീരീഡ്സ് ആയെന്ന് പറഞ്ഞത് അവൻ ഓർക്കുന്നത്. അപ്പോൾ രാവിലെ പറഞ്ഞത് കള്ളമായിരുന്നില്ല അവൻ ഓർത്തു. ഒരു കൈയാൽ അവൾ വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റിൽ പറ്റിയ രക്തക്കരയും വയറിൽ അമർത്തി പിടിച്ചിരിക്കുന്ന അവളുടെ കൈയും കണ്ടപ്പോൾ ഒരു നിമിഷം അവന് സ്വയം കുറ്റബോധം തോന്നി. നിദ്ര. അവൻ വീണ്ടും മെല്ലെ വിളിച്ചു. ഇത്തവണ അവൾ കണ്ണുകൾ അല്പം തുറന്നു. മുന്നിൽ ഷോണിനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ഛയ, എനിക്ക് വയറ്. അവൾക്ക് വാക്കുകൾ മുഴുവനാക്കാൻ പറ്റിയില്ല. നിദ്ര, നല്ല വേദനയുണ്ടോ? അവളുടെ വാക്കുകളിൽ കരുതൽ ഇപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. വിതുമ്പലോട് അവൾ തലയണക്കി. ഒപ്പം വയറിൽ അമർന്ന കൈ ഒന്നുകൂടെ മുറുകി. എനിക്ക് വാഷ്റൂമിൽ പോകണം. അവൾ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ബെഡിലേക്ക് തന്നെ തളർന്നു പോയി. ഷോൺ ഒരു നിമിഷം പോലും വൈകിച്ചില്ല. എഴുന്നേക്കണ്ട, അവൻ ശാന്തമായി പറഞ്ഞു. നിദ്ര വീണ്ടും ശ്രമിച്ചെങ്കിലും ശരീരം സഹകരിച്ചില്ല. വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. എനിക്ക് പോകണം, ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുക. അവൾ പ്രയാസപ്പെട്ട് പറഞ്ഞു. ഞാൻ സഹായിക്കാം. അത് കേട്ടതും നിദ്രയുടെ കണ്ണുകൾ ഒന്ന് വലുതായി. വേണ്ട, ഞാൻ പോയിക്കോളാം. നിദ്ര, പറയുന്നത് കേൾക്ക്. ഇപ്പോൾ ഈ അവസ്ഥയിൽ നിനക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. അവൾക്ക് എതിർക്കാൻ പോലും ശക്തിയില്ലായിരുന്നു. ഷോൺ മെല്ലെ അവളുടെ തോളിലൂടെ ഒരു കൈയും മുട്ടിന് താഴെ മറ്റേ കൈയും കടത്തി അവളെ കോരിയെടുത്തു. പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ നിദ്ര അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. വേദന കാരണം അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ചായഞ്ഞു. ഷോണിൻ്റെ നെഞ്ചിനുള്ളിൽ എന്തോ മുറുകി. ഇന്ന് മുഴുവൻ അവൾ അനുഭവിച്ച ഭയവും വേദനയും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. വാഷ്റൂമിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ അവൻ അവളെ താഴെ നിർത്തി. അകത്ത് പോവാൻ പറ്റുമോ? അവൻ്റെ ചോദ്യം കേട്ട് നിദ്ര പതിയെ തലയാട്ടി. പറ്റില്ലെങ്കിൽ വിളിക്കണം. അവൾ ഒന്നും പറയാതെ അകത്തേക്ക് കയറി. അവൾ പോയതും ഷോൺ തൻ്റെ കൈയൊന്ന് നോക്കി. കയ്യിലും രക്തം ചെറുതായി പറ്റിയിരുന്നു. അവൻ തൻ്റെ കൈ കഴുകി ഷർട്ട് മാറി മറ്റൊന്ന് ധരിച്ചു. വാർഡ്രോബിനരികിൽ ചെന്ന് അവൾക്ക് മാറിയിടാനുള്ള ഡ്രസ്സും അതിൻ്റെ കൂടെ അവൾക്ക് വേണ്ടതൊക്കെ എടുത്ത് വാഷ്റൂമിനരികിലേക്ക് നടന്നു. ഡോറിൽ തട്ടി അവളെ വിളിച്ചു. അതൊക്കെയും ഏൽപ്പിച്ചു. ബെഡ്ഷീറ്റ് മാറി വിരിച്ചു. അപ്പോഴേക്കും അവൾ വാഷ്റൂമിൽ നിന്ന് വന്നു. ബെഡ്ഷീറ്റ് മാറി വിരിച്ചതും രക്തക്കറ പറ്റിയ നേരത്തെ വിരിച്ച ബെഡ്ഷീറ്റ് തറയിൽ കിടക്കുന്നതൊക്കെയും അവൾ കണ്ടിരുന്നു. അതെടുത്ത് സോപ്പ് പൊടിയിൽ കുതിർത്ത് വെക്കാനോ ഒന്നിനും അവൾക്ക് ആരോഗ്യമില്ലായിരുന്നു. ഒരുവിധം അവൾ ബെഡിനരികിലെത്തി. വയറുവേദനയ്ക്ക് പുറമെ രാവിലെ അവന്മാരുടെ കയ്യിലകപ്പെട്ടതിൻ്റെ വേദന മാനസികമായും ശാരീരികമായും അവളെ തളർത്തിയിരുന്നു. അവൾ വീണ്ടും തളർച്ചയോടെ ബെഡിൽ കിടന്നു. അവളുടെ പ്രവൃത്തി വീക്ഷിച്ചുകൊണ്ട് ഷോൺ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ അന്നേരം ഒന്നും സംസാരിച്ചില്ല. നിദ്രയ്ക്ക് അവനോട് സംസാരിക്കാൻ പേടിയുണ്ടായിരുന്നുവെങ്കിൽ ഷോണിൻ്റെ മനസ്സിനേറ്റ മുറിവ് അവൻ ഇപ്പോഴും അവളോട് അടുക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ടിരുന്നു. എങ്കിലും അവൾ അതുപോലെ വേദന കൊണ്ട് പുളയുന്നത് കാണുമ്പോൾ അവൻ്റെ ഉള്ളം നീറുന്നുണ്ടായിരുന്നു. ഒരു ഡോക്ടറായിട്ട് പോലും ആ നിമിഷം അവൻ എന്ത് ചെയ്യണം എന്നറിയാതെയായി. അവൻ തൻ്റെ ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. അവൻ തൻ്റെ സുഹൃത്തും ഗൈനക് ഡോക്ടറും കൂടിയായ ഡോക്ടർ ഷേളിക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഷോൺ, എടോ,
ഡോക്ടറായ ഹസ്ബൻഡ് കൂടെയുള്ളപ്പോൾ ഒരു പെയിൻ കില്ലറിൻ്റെ ആവശ്യമുണ്ടോ? ഈ സമയത്ത് ഹസ്ബൻഡിൻ്റെ കെയറിങ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. താനേ ഭാര്യയ്ക്ക് നന്നായി കാലയ്ക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്ക്. പിന്നെ വേദനയുള്ളിടത്തൊക്കെ ഒന്ന് ചൂട് പിടിച്ചു കൊടുത്തേക്ക്. ഇനിയിപ്പോൾ അത്രയ്ക്കും പെയിനാണെങ്കിലേ താനേ ഞാൻ പറഞ്ഞ മരുന്നൊന്ന് ഇഞ്ചെക്ട് ചെയ്തേക്ക്. ഷേർലി ചെറുചിരിയാലെ പറഞ്ഞു. ഷേർലിയുമായുള്ള കോൾ അവസാനിപ്പിച്ച് ഷോൺ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും നിദ്രയുടെ കരച്ചിൽ ചീളുകൾ അവനെ കൂടുതൽ വിഷമത്തിലാഴ്ത്തി. അവൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടന്ന് വയറിൽ കൈ അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു. വേദന സഹിക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം ഷോൺ അവിടെ തന്നെ നിന്നു. രാവിലെ മുതൽ നടന്ന ഓരോ സംഭവവും അവൻ്റെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. അവളോട് ദേഷ്യപ്പെടാൻ അവൻ ഇപ്പോഴും കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം അവൻ്റെ മുന്നിൽ കിടന്നിരുന്നത് തെറ്റ് ചെയ്ത ഒരു പെണ്ണല്ല, വേദന കൊണ്ട് തളർന്നു പോയ തൻ്റെ ഭാര്യയായിരുന്നു. അവൻ താഴെ ചെന്ന് തന്നെ വണ്ടിയെടുത്ത് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ചെന്ന് അവൾക്ക് വേണ്ട മരുന്ന് വാങ്ങിച്ചു വീട്ടിലേക്ക് തിരിച്ചു. അവിടെ നിന്ന് നേരെ അടുക്കളയിലോട്ട് നടന്നു. ഹോട്ട് ബാഗിൽ ചൂടുവെള്ളം നിറച്ചു. അവൾക്കുള്ള ഭക്ഷണം ഒരു പ്ലേറ്റിലാക്കി മുകളിലേക്ക് നടക്കുമ്പോൾ സാറ പിറകിൽ നിന്നും എന്തൊക്കെയോ പിറപിറക്കുന്നുണ്ടായിരുന്നു. മുറിയിലെത്തിയ ഷോൺ ഭക്ഷണം സൈഡ് ടേബിളിൽ വെച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന മരുന്നെടുത്ത് അവളുടെ അരികിൽ വന്നിരുന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ തല ഉയർത്തി അവനെ നോക്കി. ഇടുപ്പ് കാണിച്ചേ. സിറിഞ്ചിലേക്ക് മരുന്ന് കയറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. മുഖത്ത് ഇപ്പോഴും ഗൗരവം തന്നെ. നിദ്ര ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ആ ഗൗരവം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. പതിയെ അവൾ പുതപ്പ് കുറച്ചൊന്ന് മാറ്റി ഇടുപ്പിൻ്റെ ഭാഗം കാണിച്ചു. ഷോൺ അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവനും സിറിഞ്ചിലായിരുന്നു. ഇഞ്ചക്ഷൻ അവൾക്ക് പേടിയായിരുന്നു. അവൾ പേടിയോടെ വേണ്ട എന്ന പോലെ അവൻ്റെ കയ്യിൽ പിടിച്ചു. അനങ്ങാതെ ഇരിക്ക്, ചുരുങ്ങിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിനരികിൽ കൈവച്ചു. തണുത്ത സ്പിരിറ്റ് തൊളിയിൽ പതിഞ്ഞതും നിദ്ര ഒന്ന് വിറച്ചു. അടുത്ത നിമിഷം സൂചി കുത്തി മരുന്ന് പതിയെ ശരീരത്തിലേക്ക് കയറ്റി. വേദന കാരണം അവൾ അറിയാതെ അവൻ്റെ ഷർട്ടിൻ്റെ കൈഭാഗം മുറുകെ പിടിച്ചു. അപ്പോഴാണ് ഷോൺ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയത്. നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചുണ്ട് കടിച്ച് പിടിച്ച് വേദന സഹിക്കുന്നുണ്ടായിരുന്നു. അത് കാണവേ അവൻ്റെ കണ്ണുകളിലെ കാഠിന്യം ഒരു നിമിഷം മാഞ്ഞുപോയി. കഴിഞ്ഞു. മരുന്ന് മുഴുവൻ കയറ്റിയ ശേഷം സൂചി പുറത്തെടുത്ത് കോട്ടൺ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ അവളെ പതിയെ ചാരിയിരുത്തിയ ശേഷം ഷോൺ ഹോട്ട് ബാഗ് എടുത്ത് അവളുടെ ഡ്രസ്സിന് മുകളിലൂടെ വയറിൽ വെച്ച് കൊടുത്തു. ചൂട് പതിയെ വയറിലേക്ക് പടർന്നതോടെ നിദ്രയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. വേദന ഇപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും തീവ്രതയില്ലായിരുന്നു. ഷോൺ ഒന്നും പറയാതെ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് എടുത്ത് അവളുടെ അരികിൽ വന്നിരുന്നു. കഴിക്ക്. അവൻ്റെ ശബ്ദത്തിലെ ഗൗരവം ഇപ്പോഴും മാറിയിരുന്നില്ല. വിശപ്പില്ല, നിദ്ര പതിയെ പറഞ്ഞു. ഇന്ന് മുഴുവനും പട്ടിണി കിടക്കാന്ന് നീ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? മരുന്ന് കഴിക്കണമെങ്കിലേ ഭക്ഷണം കഴിക്കണം. നിദ്ര ഒന്നും പറയാതെ അവനെ നോക്കി. മുഖം ഗൗരവത്തിലായിരുന്നെങ്കിലും കുറച്ചു മുൻപ് വേദന കൊണ്ട് അവൾ കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞ കരുതൽ അവൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴും ആ കരുതൽ ഉണ്ടായിരുന്നു. ഷോൺ ഒരു കഷ്ണം ചപ്പാത്തി എടുത്ത് കറിയിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി. വാ തുറക്ക്. നിദ്ര ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഞാൻ കഴിച്ചോളാം. അവൾ കൈ നീട്ടിയെങ്കിലും ഷോൺ തൻ്റെ കൈ പിന്നോട്ട് വലിച്ചില്ല. വെറുതെ പിടിവാശി കാണിക്കണ്ട, അവൻ ശാന്തമായി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ നിദ്രയുടെ ചുണ്ടിൽ അറിയാതൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ ഒന്നും പറയാതെ അവൾ വായ് തുറന്നു. ഷോൺ പതിയെ അവൾക്ക് ഭക്ഷണം കൊടുത്തു. നിദ്ര അവനെ തന്നെ നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചു. അവളുടെ ആ നോട്ടം കണ്ടെങ്കിലും അവൻ അത് കണ്ടതായി ഭാവിച്ചില്ല. മുറിക്കുള്ളിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഷോൺ പ്ലേറ്റുമായി താഴേക്ക് നടന്നു. നിദ്ര വായും മുഖമൊക്കെയും കഴുകി ബെഡിൽ ഒരു വശം ചേർന്ന് കിടന്നു. വേദനയ്ക്ക് നേരിയ ശമനം തോന്നിയതും നിദ്ര ഓരോന്ന് ഓർത്തുകൊണ്ട് പതിയെ കണ്ണടച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞതും അവളുടെ കാലിൽ ഷോണിൻ്റെ കയ്യിലെ ചൂട് പതിഞ്ഞതും അവൾ കണ്ണു തുറന്നു നോക്കി. മസാജ് ചെയ്ത് കൊടുക്കുന്ന ഷോണിനെ കണ്ടതും നിദ്ര തൻ്റെ കാല് പിൻവലിക്കാനൊരുങ്ങി. എന്നാൽ ഷോൺ അതിനെ അനുവദിക്കാതെ പതിയെ അവളുടെ കണങ്കാലിൽ പിടിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി തുടർന്നു. ചായ വേണ്ട, ഞാനിപ്പോൾ ഓക്കെയാ, അവൾ പതിയെ പറഞ്ഞെങ്കിലും ഷോണിൻ്റെ കൈകളുടെ ചലനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല.
ഓക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും നേരം വേദന കൊണ്ട് കരയില്ലായിരുന്നല്ലോ, അവൻ ശാന്തമായി പറഞ്ഞു. നിദ്രയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൻ്റെ വിരലുകൾ പതിയെ അവളുടെ കാൽപാദത്തിലും കണങ്കാലിലും അമർത്തി മസാജ് ചെയ്തുകൊണ്ടിരുന്നു. അധിക ബലമില്ലാതെ, വേദനിപ്പിക്കാതെ, ആശ്വാസം മാത്രം നൽകുന്ന സ്പർശം. മുറിക്കുള്ളിൽ വീണ്ടും നിശബ്ദം നിറഞ്ഞു. പുറത്തെവിടെയോ കാറ്റ് വീശുന്ന ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിദ്ര വീണ്ടും അവനെ നോക്കി. അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. അവൾ കണ്ണടച്ചു കിടന്നു. പതി അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ഉറങ്ങിയതും അവനും ബെഡിൻ്റെ മറു സൈഡിൽ കിടന്നു. പിറ്റേന്ന് രാവിലെ നിദ്ര എഴുന്നേൽക്കുമ്പോൾ 8 മണിയായിരുന്നു. അവൾ എഴുന്നേൽക്കുമ്പോൾ ഷോൾ മുറിയിലില്ലായിരുന്നു. അവൾ പെട്ടെന്ന് ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ വൈകി എഴുന്നേറ്റതിൻ്റെ കുത്തുവാക്കുകൾ സാറയിൽ നിന്നും കേൾക്കേണ്ടി വന്നു. രാത്രിയിൽ തീരെ വയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ടും അവരത് പുച്ഛിച്ച് തള്ളി. നിദ്ര അലക്കാനുള്ളതൊക്കെ എടുത്തു വന്ന് മുറ്റത്തെ അലക്ക് കല്ലിൽ കൊണ്ടുപോയി അലക്കി അയലിലിട്ടു. അന്നേരം സാർ അങ്ങോട്ട് വന്നു. അവളോട് വീട് മുഴുവൻ അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ അവർ പറഞ്ഞു. മറുത്തൊന്നും പറയാതെ അവൾ തറയൊക്കെ അടിച്ചു വാരി തുടയ്ക്കുന്ന നേരത്താണ് ജോഗിങ് കഴിഞ്ഞ് ഷോൺ അങ്ങോട്ട് വരുന്നത്. വയ്യാതെ ഇരിക്കുന്ന അവളെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു. നിന്നോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? ഷോണിൻ്റെ കടുപ്പിച്ചുള്ള നോട്ടവും ചോദ്യം കേട്ട് നിദ്രയ്ക്ക് എന്ത് പറയണം എന്നറിയാതെയായി. ഞാനാ പറഞ്ഞത്. അതിനിപ്പോൾ എന്താ? എനിക്കൊരു സഹായത്തിന് വേണ്ടി തന്നെയാണ് നിന്നെ കൊണ്ടൊക്കെ കല്യാണം കഴിപ്പിച്ചത്, അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ചില്ലിട്ട് വെക്കാനല്ല. ഇവിടെ രാജകുമാരിയെ പോലെ വാഴാനേ. ഇവള് ഒരുപാട് കാശുള്ള വീട്ടിൽ നിന്ന് വന്നതൊന്നും അല്ലല്ലോ. നിന്റെ പപ്പയുടെ ഔദാര്യം കൊണ്ട് നിന്റെ ഭാര്യയായി. അല്ല ഷോൺ, നിനക്കും ഇവളെ ഇഷ്ടമായിരുന്നില്ലല്ലോ. ഇവളെ കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നീ എത്ര വാശി പിടിച്ചിട്ടുണ്ട്. നീ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഷോൺ, ഇവൾ നിന്റെ സങ്കല്പത്തിലെ പെണ്ണല്ലെന്ന്. എനിക്കറിയാം ഷോൺ, നീ ഇപ്പോൾ ഇവളോട് കാണിക്കുന്ന സ്നേഹമൊക്കെയും നിന്റെ പപ്പയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നിന്റെ പപ്പ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നീ ഇവളെ കല്യാണം കഴിച്ചു. അതല്ലേ സത്യം? സാറ അതിനിടയിൽ അവസരം മുതലാക്കി ഓരോന്ന് വിളിച്ചു പറഞ്ഞു. സാറയുടെ വാക്കുകൾ കേട്ടത് നിദ്രയുടെ നെഞ്ചിൽ ചെറുനോവുണർന്നു. ഒന്നിനും മറുപടി പറയാതെ ഷോൺ ദേഷ്യത്തിൽ നിദ്രയുടെ കയ്യിൽ നിന്നും ബക്കറ്റും വെള്ളവും വാങ്ങിച്ചു മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ബക്കറ്റ് പൊട്ടി കഷ്ണങ്ങളായി. ഷോണിൻ്റെ പ്രവൃത്തി സാറയെ നിദ്രയും ഒരുപോലെ ഞെട്ടിച്ചു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതി സാറ മെല്ലെ അകത്തേക്ക് നടന്നു. ഷോൺ നിദ്രയെ ദഹിപ്പിച്ചു നോക്കി. മുകളിലേക്ക് നടന്നപ്പോൾ സാറ പറഞ്ഞ വാക്കുകൾ ഓരോന്നും നിദ്രയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. അവള് നിന്റെ സങ്കല്പത്തിലെ പെണ്ണല്ല. നീ അവളെ സ്നേഹിക്കുന്നതൊന്നും സത്യമല്ല. നിന്റെ പപ്പയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഓരോ വാക്കും അവളുടെ നെഞ്ചിൽ കല്ല് പോലെ വന്നു വീണു. ഇന്നലെ രാത്രി അവൻ തന്നോട് കാണിച്ച കരുതലും വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ താങ്ങിയതും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചതൊക്കെയും ഒരു നിമിഷം കൊണ്ട് അർത്ഥമില്ലാതായിപ്പോയതുപോലെ തോന്നി. കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും അവൾ വേഗം തല താഴ്ത്തി. ഷോൺ ഇതിനോടകം മുകളിലേക്ക് കയറിയിരുന്നു. കുറച്ച് നിമിഷങ്ങളിൽ അവിടെ തന്നെ നിന്ന നിദ്ര പതിയെ പൊട്ടിയ ബക്കറ്റ് എടുത്ത് കൊണ്ടുവരാൻ മുറ്റത്തേക്ക് നടന്നു. അവൾ കുനിഞ്ഞ് ബക്കറ്റ് എടുക്കാൻ പോകുമ്പോഴേക്കും മുകളിൽ നിന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു. നിദ്ര! അവൾ ഞെട്ടി തല ഉയർത്തി. ഷോൺ മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? അകത്തേക്ക് വാ. നിദ്ര ഒന്നും പറയാതെ അവനെ നോക്കി. ഇപ്പം തന്നെ. അവൻ്റെ ശബ്ദത്തിൽ എതിർക്കാൻ കഴിയാത്ത കർക്കശത ഉണ്ടായിരുന്നു. സാർ അടുക്കള വാതിലിൻ്റെ അരികിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. നിദ്ര പതിയെ അകത്തേക്ക് കയറി. മുകളിലെ മുറിയിലെത്തിയതും ഷോൺ വാതിലടച്ചു. നീ പെട്ടെന്ന് റെഡിയാകും, ഞാൻ നിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഷോണിൻ്റെ വാക്കുകൾ കേട്ടതും നിദ്ര ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഞാനെന്തിനാ ഇപ്പം അങ്ങോട്ട് പോകുന്നേ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, പറയുന്നത് കേട്ടാൽ മതി. അത്രയും പറഞ്ഞ് ഷോൺ ടവലെടുത്ത് വാഷ്റൂമിലേക്ക് പോയി. എന്തിനാ എന്നെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവിടുന്നേ? ഇനിയിപ്പോൾ എന്നെ വേണ്ടെന്ന് വെക്കാണോ? ഒറ്റ ദിവസം കൊണ്ട് എന്നെ വേണ്ടാതായോ? മമ്മി പറഞ്ഞതുപോലെ അച്ഛന് വേണ്ടി കഷ്ടപ്പെട്ട് എന്നെ സ്നേഹിക്കുന്നതാണോ? നിദ്രയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. കുളി കഴിഞ്ഞിറങ്ങിയ ഷോൺ അവളെ ശ്രദ്ധിക്കാതെ സ്വന്തമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ നിദ്രയ്ക്ക് അത് വിഷമം തോന്നി. ഇല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് കൊടുക്കുന്നതും വാച്ച് കെട്ടി കൊടുക്കുന്നതും എല്ലാം അവളായിരുന്നു. അവൾ നിറഞ്ഞു കണ്ടാലേ അവൻ്റെ പ്രവർത്തികൾ നോക്കി നിന്നു. തന്നോട് ദേഷ്യമുള്ളത് കൊണ്ടായിരിക്കും തന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നത് എന്ന തോന്നലായിരുന്നു നിദ്രയിൽ.
നിദ്രയുടെ വീട്ടിലേക്കുള്ള യാത്രയിലും ഷോൺ അവളോട് ഒന്നും സംസാരിച്ചില്ല. അതവളെ കൂടുതൽ വിഷമത്തിലാഴ്ത്തി.